ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത 66-ന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഹരിപ്പാട് മുതൽ ചേപ്പാട് വരെയുള്ള ഭാഗങ്ങളുടെ വിഷ്വൽസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ നാഴികക്കല്ല്, പതിറ്റാണ്ടുകൾക്കപ്പുറം ഒരു വിദൂര സ്വപ്നമായി മാത്രം ബാക്കി നിന്ന് ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തോടടുക്കുന്നു. നാഷണൽ ഹൈവേ 66-ന്റെ ഈ വികസന രേഖ നമ്മുടെ രാജ്യത്തിന്റെ ഗതാഗത കുരുക്ക് കുറയ്ക്കുവാനും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുവാനും വിനോദസഞ്ചാര മേഖലയെ മെച്ചപ്പെടുത്തുവാനും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ട് സാധിക്കും. ഈ കാണുന്നതാണ് മാധവ ജംഗ്ഷൻ. ഇവിടുത്തെ വർക്ക് പ്രോഗ്രസ്സിലാണ്. ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട്. മേൽപ്പാലത്തിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ഏരിയ വളരെ കൺജസ്റ്റഡ് ആണ്. എന്നാൽ ഈ മേൽപ്പാലത്തിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് നോക്കാം. ഈ അണ്ടർപാസിൻ്റെ വർക്ക് അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് KSRTC ജംഗ്ഷൻ വരെയുള്ള വർക്ക് സ്ലോയാണ്. കുറച്ചും കൂടെ വർക്ക് ഫാസ്റ്റ് ആകേണ്ടത് ഇവിടെ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാം. ഇവിടെ ഈ മുന്നോട്ടുള്ള വർക്കിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ല. ഈ സ്പാൻ ഇടയ്ക്കുള്ള ഐകട്ടുകളുടെ വർക്കെല്ലാം ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് KSRTC ജംഗ്ഷന്റെ വർക്ക് നോക്കാം. ഇവിടെ ആണെങ്കിൽ ഒരു സൈഡിലെ ഗഡറുകൾ ഉയർത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ഭാഗത്തെ വർക്ക് വളരെ സ്ലോയാണ്. ഇവിടുന്ന് കുറച്ച് 80 മീറ്റർ മാറി സർവീസ് റോഡിന്റെ വർക്കൊക്കെ ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. നമുക്ക് ഈ കോൺക്രീറ്റ് ഐ ഗഡർ നിർമ്മിക്കുന്ന സ്ഥലത്തോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഐ ഗഡർ നിർമ്മിക്കുന്നത്? ആകൃതിയിലുള്ള കോൺക്രീറ്റ് ബീമാണിത്. നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഉയരപ്പാതയുടെ നിർമ്മാണവുമായാണ്. വളരെ നീളമുള്ള സ്പാനുകൾക്ക് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഐഡറുകൾ ഉപയോഗിക്കുന്നു. ഗർഡറുകൾക്ക് കൂടുതൽ ഭാരം വഹിക്കാനായി നിർമ്മാണ സമയത്ത് ടെൻഡനുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്നു. ഈ ഐ ഗർഡറിനുള്ളിലൂടെ 5 ഡക്ട് പൈപ്പ് കടന്നു പോകുന്നുണ്ട്. ഇതിന്റെ 2 എൻഡിലായിട്ട് മൾട്ടി സ്ട്രാൻഡ് പോസ്റ്റ് ടെൻഷനിങ് ആങ്കർ ഘടിപ്പിച്ചിട്ടുണ്ട്. ബോണ്ടഡ് പോസ്റ്റ് ടെൻഷനിങ് വേണ്ടി ഈ ആങ്കേഴ്സ് 2 എൻഡിലും ഘടിപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റിന്റെ ടെൻസൈൽ ഫോഴ്സുമായിട്ട് സംബന്ധിച്ചാണ്. ഗർഡറുകൾക്ക് പലപ്പോഴും ഒരു സ്റ്റെബിലൈസിംഗ് വെബ് ഉപയോഗിച്ച് വേർതിരിച്ച 2 ലോഡ് ബെയറിംഗ് ഫ്ലഞ്ചുകൾ അടങ്ങിയ ഒരു ഐ ബീം ക്രോസ് സെക്ഷൻ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഐ ബീമിന്റെ റീഇൻഫോഴ്സ്മെന്റ് സ്കെൽട്ടൺ ആണ്. ഇതിലിപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഷട്ടറിങ് നടക്കുകയാണ്. A1 സൈഡും A2 സൈഡും ഉണ്ടാവും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് നങ്ങിയാർകുളങ്ങര കവല ജംഗ്ഷൻ. കാണുന്ന പടുകൂട്ടൻ ബിൽഡിംഗ് ഉണ്ടോ? ആ ബിൽഡിങ്ങിന്റെ പകുതി ഭാഗം പൊളിച്ചു മാറ്റേണ്ട വർക്ക് ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ എലിവേറ്റർ ഹൈവേയുടെ വർക്ക് നടക്കും. ഇത് വെഹിക്കിൾ അണ്ടർപാസ് ആണ്. ഇതിന് സ്പാൻ കുറവാണ്. എലിവേറ്റർ ഹൈവേ തന്നെയാണ്, ലെങ്ത് കുറവാണ്. 2 സ്പാനേ ഉള്ളൂ. ഈ ഭാഗത്തെ കേബിൾ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും ഒന്നും മാറ്റിയിട്ടില്ല ഇതുവരെ. ഈ കാണുന്നതെല്ലാം RE പാനലുകൾ പ്രീകാസ്റ്റ് ചെയ്തിട്ടേക്കും. ഈ സൈഡിൽ കാണുന്ന റിട്ടേണിംഗ് വാൾ ഒരു വശത്തുള്ള മണ്ണ് നിലനിർത്താനായിട്ട് നിർമ്മിക്കുന്ന ഉറച്ച മതിലാണ്. ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റ് സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിന്റെ കോൺക്രീറ്റ് നടക്കുകയാണ്. ഇത് കാഞ്ഞൂർ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള അണ്ടർപാസ് ആണ്. സൈഡിലാണ് RE പാനൽ. RE പാനൽ മീൻസ് റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ എന്നാണ്. ഇതിന്റെ സൈഡ് കണ്ടോ ഒരു വൈറ്റ് നെറ്റ് കണ്ടോ? ഇതാണ് ജിയോ കോമ്പോസൈറ്റ് എന്ന് പറയുന്നത്. മണ്ണിന്റെ അരികിൽ കിട്ടുന്ന ഭിത്തികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ശബ്ദം നിയന്ത്രിക്കാനും ഈർപ്പം ഒഴിവാക്കാനും ഇത് സഹായിക്കും. പ്രധാനമായിട്ട് വെള്ളം ഒഴുക്കി വിടാനും റോഡുകളുടെ സ്ട്രക്ചറുകൾ ബലപ്പെടുത്താനും സംരക്ഷണത്തിനും കൂടിയാണ്. RE പാനലിന്റെ 2 സൈഡിലും സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി സിന്തറ്റിക് വസ്തുക്കളുടെ സംയോജനമാണ് ജിയോ കോമ്പോസിറ്റുകൾ.
ജിയോ കോമ്പോസിറ്റ് ഡ്രെയിനിന്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ലാൻഡ് ഫിൽ ക്യാപ്പിംഗ് സിസ്റ്റങ്ങളുടെ കുത്തനെയുള്ള ചരിവുകളിൽ ജിയോ കോമ്പോസിറ്റ് ഡ്രെയിനുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നിൽക്കുന്നത് ചേപ്പാടാണ്. 500 മീറ്റർ ലെങ്ത് ഉള്ള ഉയരപ്പാതയുടെ വർക്കാണ് ഈ നടക്കുന്നത്. ഇവിടെ ഒരു വശത്തുള്ള ഉയരപ്പാതയുടെ വർക്ക് തുടങ്ങിയതേ ഉള്ളൂ. ഇവിടുത്തെ വർക്ക് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഗട്ടറുടെ ലിഫ്റ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു പുതിയൊരു ഹൈവേയുടെ വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം. ചാനൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.